സൂരിഭി തത്വബുഭുത്സയാദ്ധ സദാഭിവാദാരിഹണപാദപീഠം ഐശ്വര്യവൈരാഗ്യേശോവബോധവീര്യശ്രിയ പൂർത്തമഹം പ്രപദ്യേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ്ഭാഗവതത്തിൽ ഭഗവാന്റെ അനേകം അവതാരങ്ങളാണ് വർണ്ണിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട അവതാരമാണ് കപിലാവതാരം. ഭാഗവതത്തിലെ തൃതീയ സ്കന്ധത്തിൽ 24-ാമത്തെ അധ്യായത്തിലാണ് ഭഗവാന്റെ കപിലാവതാരം വർണ്ണിക്കുന്നത്. ഇപ്പോൾ ഗ്രന്ഥമുള്ളവർ നോക്കിക്കോളൂ, 24-ാമത്തെ അധ്യായം നോക്കുക. മൈത്രേയ ഉവാച എന്ന് പറഞ്ഞിട്ടാണ് അത് ആരംഭിക്കുന്നത്. നിർവേദവാദിനീമേവം മനോർ ദുഹിതരം മുനി ദയാലു ശാലിനീമാഹ ശുക്ലാഭിവ്യാഹൃതം സ്മരൻ. വിദുരമൈത്രേയ സംവാദമാണ് ഈ സ്കന്ധം എന്ന് നമുക്കറിയാം. വിദുരൻ ചോദിക്കുന്നു, ആ ചോദ്യങ്ങൾക്ക് മൈത്രേയ മഹർഷി പറയുന്ന മറുപടിയാണ്. അവിടെ മൈത്രേയ മഹർഷി പറയുകയാണ്, നിർവേദവാദിനീമേവം മനോർ ദുഹിതരം മുനി. മനു എന്ന് പറയുന്ന ഒരു മഹാത്മാവ് എത്രയോ കാലം ഭഗവാനെ വളരെ ഭക്തിയോടെ ഉപാസിച്ച ഒരു മഹാനുഭാവനായിരുന്നു മനു. സാക്ഷാത് ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. സ്വയംഭുവ മനു എന്നാണ് അദ്ദേഹത്തെ പറയാറുള്ളത്. ആ മനു വിവാഹം ചെയ്തു. ശതരൂപ എന്നാണ് അവരുടെ പത്നിയുടെ പേര്. അങ്ങനെ മനുവിന് ശതരൂപയിൽ 5 കുട്ടികളുണ്ടാവുകയാണ്. ആ 5 കുട്ടികൾ പ്രിയവ്രതൻ, ഉത്താനപാദൻ, ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്നാണ് പേര്. മനോഹോ ദുഹിതരം മുനി. ദുഹിത എന്ന് പറഞ്ഞാൽ മകൾ എന്നർത്ഥം. അപ്പം ദുഹിതരം എന്ന് പറഞ്ഞാൽ മകളെ എന്നർത്ഥം. അപ്പം മനോഹോ ദുഹിതരം, മനുവിൻ്റെ മകൾ. മനുവിൻ്റെ മകളെ മാനവി എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ആകൂതി, ദേവഹൂതി, പ്രസൂതി അങ്ങനെയുള്ള ആ 3 പെൺകുട്ടികളിൽ ഇവിടെ ദേവഹൂതിയുടെ കഥയാണ് പറയുന്നത്. അപ്പം നിർവേദവാദിനിയും ഏവം മനോഹോ ദുഹിതരം മുനി. അപ്പം സ്വായംഭുവ മനുവിൻ്റെയും ശതരൂപയുടെയും പുത്രിയായിരിക്കുന്ന ദേവഹൂതിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. തൊട്ട് മുന്നിലുണ്ടായിരുന്ന 23-ാമത്തെ അധ്യായത്തിൽ ദേവഹൂതി കുറേ കാര്യങ്ങൾ ആരോട് പറയുന്നുണ്ട്, തൻ്റെ ഭർത്താവിനോട് പറയുന്നുണ്ട്. അതിന് തൊട്ട് പിന്നാലെ നോക്കിയാൽ കാണാം, നമ്മുടെ ഗ്രന്ഥത്തിൽ നേരെ പിന്നിലേക്ക് നോക്കിയാൽ കാണാം. അവിടെ കാണാം ദേവഹൂതിരുവാച എന്ന് കാണാം. അപ്പോൾ ദേവഹൂതി തൻ്റെ ഭർത്താവിനോട് പറയണം. ഭർത്താവിൻ്റെ പേര് കർദമൻ എന്നാണ്. അപ്പോൾ അവർ ഏറ്റവും നല്ല ഒരു മാതൃകാ ദമ്പതിമാരായിരുന്നു. ആര്? കർദമനും ദേവഹൂതി. എത്രയോ കാലം ഭഗവാനെ തപസ് ചെയ്ത് ഭഗവാന്റെ പ്രസാദം വേണ്ടതുപോലെ ജീവിതത്തിൽ നേടിയ ഒരു മഹാനുഭാവനായിരുന്നു കർദമ പ്രജാപതി. ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്നാണ് കർദമ പ്രജാപതി ജനിച്ചത് എന്നാണ് പുരാണങ്ങൾ പറയണത്. അങ്ങനെ ഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയിരുന്നു ആര്? കർദമ പ്രജാപതി. മേൽപ്പത്തൂർ നാരായണീയത്തിൽ മനോഹരമായ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഗരുഡോപരി കാളമേഘകമ്രം വിലസൽ കേളി സരോജപാണി പത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മകർദ്ദമായ. നാരായണീയത്തിലുള്ള ശ്ലോകമാണ്. ഭാഗവതത്തിൻ്റെ ഒരു സംഗ്രഹമാണ് നാരായണീയം. ഗരുഡോപരി കാളമേഘകമ്രം. കർദമ പ്രജാപതി തപസ് ചെയ്തപ്പോൾ ഭഗവാൻ പ്രത്യക്ഷമായത് ഗരുഡോപരി. ഗരുഡനാണ് ഭഗവാന്റെ വാഹനം. അങ്ങനെ ഗരുഡാരൂഢനായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. കാളമേഘകമ്രം, നല്ല നീലമേഘത്തിൻ്റെ അത്രയും കമ്രമായിരുന്നു, മനോഹരമായിരുന്നു ആ ഭഗവാന്റെ രൂപം. വിലസൽ കേളി സരോജ പാണിപത്മം. കേളി സരോജം എന്ന് പറഞ്ഞാൽ എന്താ? സരോജം എന്ന് പറഞ്ഞാൽ താമരപ്പൂവ്. കേളി സരോജം എന്ന് പറഞ്ഞാൽ എന്താ? അതിന് മലയാളത്തിൽ പറയാം. കേളി പറഞ്ഞാൽ കളിയാണ്. അപ്പോൾ കളിത്താമര എന്നൊക്കെ പറയാം അല്ലേ? അങ്ങനെ പറയാമെന്ന് തോന്നുന്നു. കളിത്താമരപ്പൂവ് എന്ന് പറയാം. അപ്പോൾ ഭഗവാൻ കയ്യിലൊരു കളിത്താമരപ്പൂവ് പിടിച്ചു. അപ്പോൾ കളിത്താമരപ്പൂ പിടിച്ചാൽ എന്താ ചെയ്യുക? കളിക്കുക. ഒരു കുട്ടിത്തം എന്നൊക്കെ പറയും.
ഭഗവാൻ ആ കർദമ പ്രജാപതിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഒരു കുട്ടിത്തം പോലെ വെറുതെ ഒരു താമരപ്പൂവ് ഇങ്ങനെ എന്താ പറയുക തൻ്റെ വലത്തെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഈ കുട്ടികളൊക്കെ കണ്ടില്ലേ, കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ ഇങ്ങനെ തിരിച്ചു ഇങ്ങനെ കളിക്കുക. അതുപോലെ വിലസൽ കേളി സരോജപാണി പത്മം, അവിടെ 2 താമരപ്പൂവ് ഉണ്ടായിരുന്നു എന്നാണ് ഭട്ടതിരി പറയണത്. അതേതാ 2 താമരപ്പൂവ്? ഒന്ന് വിലസൽ കേളി സരോജപാണി പത്മം, ഭഗവാന്റെ പാണി തന്നെ, അതായത് ഗരുഡാരൂഢനായിട്ട് പ്രത്യക്ഷപ്പെട്ട ഭഗവാന്റെ കയ്യ് തന്നെ ഏതുപോലെയാണ്? നല്ലൊരു താമരപ്പൂവാണ് അല്ലേ? പറഞ്ഞത് മനസ്സിലായോ? കുറച്ചൊരു സാഹിത്യം കൂടി പഠിക്കണത് നല്ലതാണ്. ഭാഗവതത്തിനെയും നാരായണീയത്തിനൊക്കെ അങ്ങനെയും കാണാം. അപ്പോൾ സാഹിത്യം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നാരായണീയം ഭാഗവതമൊക്കെ പഠിച്ചാൽ മതി. അപ്പോൾ ഭഗവാന്റെ കയ്യ് തന്നെ എന്താണ്? പാണിപത്മം, നല്ലൊരു താമരപ്പൂവാണ്. എന്തൊരു ഭംഗിയാ ഭഗവാന്റെ ആ കയ്യ് കാണാനല്ലേ. അപ്പം കയ്യ് തന്നെ ഒരു താമരപ്പൂവാണ്. ആ കയ്യാകുന്ന താമരപ്പൂവിലാണ് ഭഗവാൻ വേറെ ഒരു കളിത്താമരപ്പൂവ് പിടിച്ചത് എന്നർത്ഥമായില്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പം ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കൂ. ഗരുഡോപരികാളമേഘകമ്രം വിലസൽ കേളി സരോജപാണി പത്മം. അപ്പോൾ ഇവിടെ സരോജം എന്ന് പറഞ്ഞാലും താമരപ്പൂവാണ്, പത്മം എന്ന് പറഞ്ഞാലും താമരപ്പൂവാണ്. സ്വതവേ പൂവിൽ പൂവുണ്ടാവില്ല എന്നാണ് പറയുക. അങ്ങനെ ഉണ്ടാവുമോ? പൂവിൽ പൂവുണ്ടാവില്ലല്ലോ. കുസുമേ കുസുമോൽപ്പത്തി എന്ന് കേട്ടിട്ടുണ്ടോ? അതൊക്കെ സാഹിത്യം പഠിക്കുന്നവർക്ക് നല്ല രസം തരുന്നതാണ്. സാഹിത്യ രസമാധുര്യം എന്ന് പറയും. ശങ്കരോ വ്യക്തിമാനവ. ഞാൻ എങ്ങനെയാണ് ഭഗവാന്റെ മുന്നെന്നത് പറയാതെ എനിക്കറിയില്ല. പണ്ട് എന്നെ സാഹിത്യം പഠിപ്പിച്ച ഗുരുനാഥൻ പഠിപ്പിച്ചൊരു ശ്ലോകമാണ്. സാഹിത്യരസമാധുര്യം ശങ്കരോ വ്യക്തിവ നവ. എന്താ അർത്ഥം? സാഹിത്യരസത്തിൻ്റെ മാധുര്യം സാക്ഷാൽ ശ്രീപരമേശ്വരൻ അറിയുമോ എന്നെനിക്കറിയില്ല. അങ്ങനെയാണ് പറയണത് അല്ലേ? ശങ്കരോ വ്യക്തിവ നവ. സാക്ഷാൽ ശങ്കരൻ എല്ലാം അറിയാം അല്ലേ? കലഞ്ഞൂരപ്പൻ എന്താ അറിയാത്തത്? പക്ഷേ സാഹിത്യരസമാധുര്യം ശങ്കരോ വ്യക്തിവ നവ. സാക്ഷാൽ ശ്രീപരമേശ്വരന് തന്നെ അത് അറിയുമോ അതല്ല അറിയില്ലേ എന്നെനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സ്വതവേ എന്തുണ്ടാവില്ല? കുസുമേ കുസുമോൽപ്പത്തി അല്ലേ? ശ്രൂയതേ. സ്വതവേ പൂവിൽ പൂവുണ്ടാവില്ല. അങ്ങനെ ആരും കേട്ടിട്ടില്ലല്ലോ. ഞാനിന്നേ വരെ കേട്ടിട്ടില്ല അല്ലേ? അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ. ഇവിടെ ഇപ്പോൾ ഏതായാലും കുസുമേ കുസുമോൽപ്പത്തി പോലെ ഭഗവാന്റെ മനോഹരമായ ആ താമരപ്പൂ പോലെയുള്ള കയ്യിൽ മറ്റൊരു കളിത്താമരപ്പൂ പിടിച്ച് ഭഗവാൻ അതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആര് ശ്രദ്ധിച്ചു? കർദമ പ്രജാപതി ശ്രദ്ധിച്ചു. ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് ഭഗവാൻ പല പല വരങ്ങളും കൊടുത്തു. നല്ല ഒരു ഭാര്യയെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അത്രേ ഈ കർദമ പ്രജാപതി തപസ് ചെയ്തത്. അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പരശ്വഹ. പരശ്വഹ പറഞ്ഞാൽ നാളെയല്ല മറ്റന്നാൾ എന്നർത്ഥം. അങ്ങയുടെ വിവാഹം മറ്റന്നാൾ നടക്കാൻ പോവുകയാണ്. മനുവിൻ്റെ പുത്രിയായ മാനവിയെയാണ് അങ്ങ് വിവാഹം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വിവാഹം കഴിഞ്ഞാൽ അങ്ങയ്ക്കതിൽ 9 പെൺകുട്ടികളുണ്ടാവും. ഞാൻ തന്നെ അങ്ങയുടെ പുത്രനായിട്ട് അവതരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭഗവാൻ അപ്രത്യക്ഷനായത്. ആ ഭഗവാൻ എത്രയെത്ര അനുഗ്രഹങ്ങളാണ് കർദമ പ്രജാപതിക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണ് ആ ഭഗവാന്റെ അനുഗ്രഹം നേടിയ കർദമ പ്രജാപതി ദേവഹൂതിയെ വിവാഹം ചെയ്യുന്നത്. അവർ പാർവതീ പരമേശ്വരന്മാരെ പോലെ ജീവിച്ചിരുന്നു എന്നാണ് ഭാഗവതം വായിച്ചാൽ മനസ്സിലാവുന്നത്. കാട്ടിലാണ് ആര് താമസിക്കുന്നത്? കർദമ പ്രജാപതി താമസിക്കുന്നത്. ദേവഹൂതി ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് കാട്ടിലാണ് താമസിക്കുന്നത്. ദേവഹൂതി തൻ്റെ ബാല്യകാലത്തൊക്കെ കൊട്ടാരത്തിലെ എല്ലാ ജീവിത സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിച്ചയാളാണ്. ആ കൊട്ടാരത്തിൽ നിന്ന് നേരെ എവിടേക്ക് വന്നു? ഈ ഉടജത്തിലേക്ക് വന്നു. ഉടജം എന്ന് പറഞ്ഞാൽ ആശ്രമം. കൊട്ടാരത്തിൽ നിന്നാണ് ആശ്രമത്തിലേക്ക് വരുന്നത്. നല്ലപോലെ ചിന്തിക്കണം. എന്നിട്ടും എന്ത് ചെയ്തു? ഭവാനീവ ഭവം പ്രഭും. ഭവാനി പറഞ്ഞാൽ സാക്ഷാൽ പാർവതിയാണ്. പാർവതി എങ്ങനെയാണോ പരമേശ്വരനെ ഉപാസിച്ചത് അതുപോലെയാണ് ഭവാനീവ ഭവം പ്രഭും. ആ ദേവഹൂതി തൻ്റെ ഭർത്താവായിരിക്കുന്ന കർദമ പ്രജാപതിക്ക് വേണ്ട ശുശ്രൂഷകളോ ഒക്കെ ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും നല്ല ദമ്പതിമാരായിരുന്നു ദേവഹൂതിയും കർദമ പ്രജാപതി. കാലം കുറേ കഴിഞ്ഞപ്പോൾ കരിശിതാം
കരിശീതം എന്ന് പറഞ്ഞാൽ എന്താ, മെലിഞ്ഞ് 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 ക്ഷീണിച്ചു. അപ്പോൾ ഒരു ദിവസം കർദമ പ്രജാപതി ദേവഹൂതിയോട് ചോദിച്ചു, നിനക്ക് എന്താ വരം വേണ്ടത്, എന്ത് വേണേ ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ദേവഹൂതി ഇത്തിരി നാണത്തോടെ പറഞ്ഞു, തലയൊക്കെ താഴ്ത്തിയിട്ട്, 2 കാര്യങ്ങളാണ് ആ സ്ത്രീ ചോദിച്ചത്. ഒന്ന്, എനിക്ക് താമസിക്കാനൊരു വീട് വേണം, പിന്നെ അമ്മയാവണം എന്നൊരാഗ്രഹമുണ്ട്. ഇപ്പോഴാണ് അദ്ദേഹം അതിനെപ്പറ്റിയിട്ട് ആലോചിച്ചത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, നല്ല ഒരു യോഗിയായിരുന്നു കർദമൻ. ആ യോഗശക്തി കൊണ്ട്, തൻ്റെ തപശക്തി കൊണ്ട് അതിഗംഭീരമായ ഒരു കൊട്ടാരം പോലത്തെ ഒരു വീടാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. അതിനെപ്പറ്റി ഭാഗവതത്തിൽ കുറേ ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളുമുള്ള എത്രയോ ഗംഭീരമായ ഒരു കൊട്ടാരമാണ് അദ്ദേഹം തൻ്റെ യോഗശക്തി ഉപയോഗിച്ച് പണികഴിപ്പിച്ചു. പിന്നെ അവിടെ നല്ലൊരു ജലാശയം ഉണ്ടായിരുന്നു. തൻ്റെ പത്നിയോട് പറഞ്ഞു അതിലൊന്ന് മുങ്ങി വരാൻ പറഞ്ഞു. ദേവഹൂതി അതിലൊന്നും മുങ്ങിങ്ങോട്ട് പൊങ്ങി വന്നപ്പോഴേക്കും ദേവഹൂതി നല്ല സുന്ദരിയായിട്ട് മാറി. ഒരുപാട് തോഴന്മാരും തൊഴിമാരൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് അവരെല്ലാവരും കൂടി ആ വിമാനത്തിൽ കയറിയിട്ട് സുഖമായിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. അതിനെ വിമാനമെന്നും പറയാം, കൊട്ടാരമെന്നും പറയാം. അദ്ദേഹം ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ എങ്ങനെയപ്പോൾ അത് പറഞ്ഞു തരിക, അദ്ദേഹത്തിൻ്റെ കൊട്ടാരം തന്നെ ഒരു വിമാനമാണത്. അദ്ദേഹം വിമാനം നന്നായിട്ട് ഓടിക്കും. അദ്ദേഹത്തിൻ്റെ വീട് തന്നെ എന്താണ്, ഒരു വിമാനമാണ്. ഭൂമിയിൽ നിൽക്കുമ്പോൾ അത് വീടാണ്. ചിലപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, ആ വീടാകുന്ന വിമാനം നന്നായിട്ട് മുകളിലേക്ക് പറപ്പിക്കുന്നു. അങ്ങനെ പല 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 ലോകങ്ങളിലാണ് ദേവഹൂതിയും കർദമ പ്രജാപതിയും കൂടി അവരുടെ വീടാകുന്ന വിമാനത്തിൽ സഞ്ചരിച്ചത്. പിന്നെ ആവശ്യമുള്ളപ്പോൾ അവരെന്ത് ചെയ്യും, ആ വിമാനം നേരെ താഴത്തേക്ക് കൊണ്ടുവന്ന് ഭൂമിയിൽ അല്ലെങ്കിൽ എവിടെയാണോ അവിടെ അവർ കൃത്യമായിട്ട് ആ വിമാനം കൊണ്ട് ഇറക്കും. എന്നിട്ട് അവർ ആ ലോകത്തിലുള്ള കാഴ്ചകളൊക്കെ കാണും. അപ്പം നമുക്കൊന്നും അങ്ങനെ സങ്കല്പിക്കാൻ പറ്റണില്ല അല്ലേ. നമ്മളുടെ വീടൊന്നും മുകളിലേക്ക് പൊങ്ങില്ലല്ലോ. എനിക്കറിയില്ല, അങ്ങനെ വീടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ആധുനിക ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള വീടുകളൊക്കെ അങ്ങനെ വിമാനം തന്നെ, ഒരു വിമാനം താഴെ വെച്ചിട്ട് വീട് പോലെ ഉപയോഗിച്ചാൽ ആയല്ലോ. ഇന്ന് അത്രയ്ക്ക് അതിലും കൂടുതൽ ശാസ്ത്രം പുരോഗമിച്ചു കഴിഞ്ഞു. അപ്പോൾ വീട് തന്നെ എന്താകുന്നു, നമ്മൾ ഈ ഫോണ് പണ്ടൊക്കെ മൊബൈലായിരുന്നില്ലല്ലോ അല്ലേ. പഴയ കാലത്തൊക്കെ ഈ ഫോൺ ഇങ്ങനെ എന്താ ഒരു ഭാഗത്ത് നിൽക്കുകയുള്ളൂ. നമ്മൾ ഫോണിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകണം. ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോൾ ഫോൺ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഫോണാണല്ലോ. അപ്പോൾ അതിനെ നമ്മൾ മൊബൈൽ എന്ന് പറയും. ഇതുപോലെ വീടുകളും നമുക്ക് എന്താക്കി മാറ്റാം, മൊബൈലാക്കി മാറ്റാം എന്നാണ് പുരാണം വായിച്ചാൽ മനസ്സിലാവും. അപ്പം നമ്മുടെ വീട് എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീടോടൊക്കെ അങ്ങോട്ട് യാത്ര ചെയ്യാം. എന്നാൽ പിന്നെ കള്ളനെയൊന്നും പേടിക്കണ്ടല്ലോ. നമ്മൾ അമേരിക്കയിൽ പോകുമ്പോൾ കലഞ്ഞൂരുള്ള വീടോടൊക്കെ അമേരിക്കയിൽ പോവുക, അമേരിക്കയിൽ അവിടെ നിർത്തിയിടാം. പിന്നെ കള്ളനെ പേടിക്കേണ്ട. വരണ സമയത്ത് വീടോടൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഭാഗവത പുരാണം വായിച്ചാൽ മനസ്സിലാവുക. ജീവിതത്തിൽ അനുഭവിക്കാവുന്ന എല്ലാ തരത്തിലുള്ള ജീവിത സുഖങ്ങളും ആരനുഭവിച്ചു, ഈ കർദമ പ്രജാപതിയും ദേവഹൂതിയും അനുഭവിച്ചു. കാലം പോയത് അറിഞ്ഞില്ല എന്ന് പറയേണ്ട മൈത്രേയ മഹർഷി. എത്രയോ കാലം കഴിഞ്ഞു, എത്ര പെട്ടെന്ന് ആ കാലമൊക്കെ കഴിഞ്ഞു പോയത്. പിന്നെ അവർക്ക് ഏതായാലും അതിനൊരു 9 പെൺകുട്ടികളുണ്ടായി. ആ 9 പെൺകുട്ടികളുടെയും വിവാഹമൊക്കെ നടന്നു. അവരെ വിവാഹം ചെയ്തവരൊക്കെ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ് എന്നിവിടെ പറയുന്നുണ്ട്. അങ്ങനെ ആ ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ, നമ്മുടെ പേരൊക്കെ കൃത്യമായിട്ട് പറയണമെന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. മരീചയെ കലാം പ്രാതാൽ. മരീചി എന്ന് പറയുന്ന ഒരു മഹർഷിയാണ് കല എന്ന് പറയുന്ന ആ സ്ത്രീയെ വിവാഹം ചെയ്തത്. അനസൂയ അധാത്രയെ. അനസൂയ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഭഗവാന്റെ സഹോദരിയാണ്. അനസൂയ നമ്മൾ ധാരാളം കേട്ടതാണ്. അത്രി എന്ന് പറയുന്ന മഹർഷിയാണ് അനസൂയയെ വിവാഹം ചെയ്തത്. ശ്രദ്ധ അങ്കിരസേയച്ഛൽ. ശ്രദ്ധ എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം ചെയ്തത് അങ്കിരസ് മഹർഷിയാണ്. പുലസ്ത്യായ ഹവിർഭുവം. ഹവിർഭുക്ക് എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം ചെയ്തത് പുലസ്ത്യ മഹർഷിയാണ്. പുലഹായ ഗതിം യുക്ത. പുലഹൻ എന്ന മഹർഷി ഗതി എന്ന സ്ത്രീയെ വിവാഹം ചെയ്തു. ക്രതവേച ക്രിയാം സതീം. ക്രതു എന്ന് പറയുന്ന ഋഷിവര്യനാണ് ക്രിയ എന്ന് പറയുന്ന ആ സുന്ദരിയെ വിവാഹം ചെയ്തത്. ഖ്യാതിം ച ഭൃഗവേ. ഭൃഗുമഹർഷിയാണ് ഖ്യാതി എന്ന് പറയുന്ന ഭഗവാന്റെ സഹോദരിയെ വിവാഹം ചെയ്തത്. പിന്നെ വസിഷ്ഠായ പെരുന്ധതിയും. അരുന്ധതി എന്ന് പറയുന്ന സ്ത്രീയെ വസിഷ്ഠ മഹർഷി വിവാഹം ചെയ്തു. ശാന്തി എന്ന് പറയുന്ന ആ സ്ത്രീയെ അഥർവാവ് എന്ന് പറയുന്ന മഹർഷി വിവാഹം ചെയ്തു. ഇങ്ങനെ എല്ലാവരും ബ്രഹ്മപുത്രന്മാരായിരുന്നു. അങ്ങനെ ബ്രഹ്മപുത്രന്മാരായ 9 പേരാണ്
ഈ ഭഗവാന്റെ സഹോദരിമാരായിരുന്ന ഈ 9 പെൺകുട്ടികളെയും വിവാഹം ചെയ്തു. അപ്പം അങ്ങനെ അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും അവരവരുടെ ആശ്രമ മണ്ഡലങ്ങളിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ കാലം കുറേ കഴിഞ്ഞു. അപ്പോഴാണ് ഈ കർദമ പ്രജാപതിക്ക് തപസ് ചെയ്യാൻ വലിയ ഇഷ്ടമാണത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിനി കാട്ടിലേക്ക് തന്നെ പോവാൻ തയ്യാറായി എന്ന് പറയാണ്. അങ്ങനെ അദ്ദേഹം കാട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്ത് ലിഖന്ത്യധോമുഖീ ഭൂമിം പദാ നഖമണിശ്രിയ, ദേവഹൂതി എന്ത് ചെയ്തു? കാലിൻ്റെ ലിഖന്തി പറഞ്ഞാൽ എന്താ അർത്ഥം? എഴുതുക എന്നർത്ഥം. ലിഖന്തി പറഞ്ഞാൽ എഴുതുക. ആരാ എഴുതിയത്? ദേവഹൂതി എഴുതുകയായിരുന്നു. അപ്പോൾ എഴുത്തുകാരിയായിരുന്നോ ദേവഹൂതി? ചോദ്യം അല്ലേ. ദേവഹൂതി എഴുത്തുകാരിയായിരുന്നോ? എനിക്കറിയില്ല. ഞാൻ ഭാഗവത്രകാലം വായിച്ചിട്ടും ദേവഹൂതി എഴുത്തുകാരിയായിരുന്നോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്കറിയില്ല. എത്രയോ കാലം ഈ ഭാഗവതം വായിക്കുന്നു, എനിക്കറിയില്ല. ദേവഹൂതി എഴുത്തുകാരിയായിരുന്നോ ചോദിച്ചാൽ എനിക്കറിയില്ല എന്നാണ് ഉത്തരം. പക്ഷെ ഇവിടെ പറയുന്നു ലിഖന്തി, ദേവഹൂതി എഴുതി. അധോമുഖി എന്ന് പറഞ്ഞാൽ എന്താ? താഴത്തേക്ക് നോക്കിയിട്ട് ദേവഹൂതി എഴുതി. ഭൂമിം പദ നഖമണിശ്രിയ. അത് ശരി, ഇപ്പോഴാണ് മനസ്സിലായത്. ദേവഹൂതി എഴുതിയത് കൈകൊണ്ടല്ല. കൈകൊണ്ടല്ലേ എഴുതുക? അല്ല. പദ പറഞ്ഞാൽ എന്താ? കാലുകൊണ്ട് എഴുതിയത്രേ. കാലുകൊണ്ട് എഴുതുമോ? ചിന്തിക്കേണ്ട വിഷയമാണ്. കാലുകൊണ്ട് ഭാഗവതം കാലുകൊണ്ട് എഴുതിയതാണ്. പദ നഖമണിശ്രിയ, നല്ല മനോഹരമായ പാദം കൊണ്ട് ദേവഹൂതി എവിടെയാണ് എഴുതിയത്? മണ്ണിലിങ്ങനെ എഴുതിയത്രേ. ഇത്തിരി രസമാണ് ഭാഗവതം വായിക്കാനല്ലേ. അതായത് സംഗതി മനസ്സിലായില്ലേ? ഭർത്താവ് ഇങ്ങനെ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. പതിംസാ പ്രവ്രജിഷ്യന്തം, എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം കാട്ടിൽ പോയി തപസ് ചെയ്യാൻ നിൽക്കുകയാണ്. കാട്ടിലേക്ക് തപസ് ചെയ്യാൻ വേണ്ടി തപസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പോകും അദ്ദേഹം. അപ്പോഴാണ് ആ ദേവഹൂതി തല താഴ്ത്തി കാലിൻ്റെ പെരുവിരൽ കൊണ്ട് നിലത്തിങ്ങനെ എഴുതിയത്രേ. അപ്പം എന്താ എഴുതിയതെന്ന് മനസ്സിലായില്ലേ? കാലിൻ്റെ പെരുവിരൽ കൊണ്ട് നിലത്തിങ്ങനെ വെറുതെ ഇങ്ങനെ മണ്ണിലിങ്ങനെ വരയ്ക്കുകയാണ് അല്ലേ. വിഷമം കൊണ്ടാണത് അല്ലേ. ഭർത്താവ് തന്നെ വിട്ടുപോവുകയാണെന്നുള്ള വിഷമം കൊണ്ടും ഒക്കെ പറഞ്ഞതാണ്. അങ്ങനെയാണ് എഴുത്തുകാരിയാണ് അത് പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഉവാച പറഞ്ഞു. മാത്രമല്ല അശ്രുകലാം ശനൈഹി, ദേവഹൂതിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ മണ്ണിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. മനോഹരമായൊരു ചിത്രമാണല്ലേ വേദവ്യാസ മഹർഷി വരച്ചു തരുന്നത്. എന്നിട്ട് ദേവഹൂതി പറഞ്ഞു. അപ്പം എന്തെല്ലാം ചെയ്യുന്നുണ്ട്? ദേവഹൂതിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ വീഴുന്നുണ്ട്. കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ദേവഹൂതി നിലത്തിങ്ങനെ വരയ്ക്കുന്നുണ്ട്. ദേവഹൂതി തൻ്റെ ഭർത്താവിനോട് തല താഴ്ത്തി സംസാരിക്കുന്നുണ്ട്. എല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടി. ഇപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞ് പോവുകയാണല്ലോ. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞാൽ കശ്ചിൽ സ്യാൻ മേ വിശോകായ ത്വയി പ്രവ്രജിതേ വനം, ത്വയി വനം പ്രവ്രജിതേ. കശ്ചിത് സ്യാൽ ത്വയി പ്രവ്രജിതേ. എന്താ? അങ്ങനെ കാട്ടിലേക്ക് പോയാൽ എൻ്റെ ദുഃഖങ്ങളൊക്കെ തീർക്കാൻ കശ്ചിത് ഒരാൾ വേണ്ടേ. അപ്പം അന്ന് കർദമ പ്രജാപതിക്ക് ഭഗവാൻ പുത്രനായിട്ട് അവതരിക്കാത്ത സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഭഗവാൻ പുത്രനായിട്ട് അവതരിച്ചില്ല. അപ്പം അതിനു മുമ്പാണ് ഇദ്ദേഹം പോവാൻ നിൽക്കുന്നത്. അപ്പം ചോദിച്ചു, ഇങ്ങനെ എനിക്കൊരാൾ വേണ്ടേ ചോദിച്ചു. അപ്പോഴാണ് എന്ത് സംഭവിച്ചത്? നിർവേദവാദിനീമേവം മനോർദുഹിതരം മുനി. അപ്പോഴാണ് ആര് നിർവേദവാദിനിയായത്? ദേവഹൂതി ഒരുപാട് നിർവേദത്തിൻ്റെ കഥകളൊക്കെ ഭർത്താവിനോട് പറയുകയാണ്. അപ്പോഴാണ് ആ ദേവഹൂതിയോട് കർദമ പ്രജാപതി എന്ത് പറഞ്ഞത്? അടുത്ത ശ്ലോകം വായിക്കൂ. മാ ഹിതോ രാജപുത്രീത്ഥം ആത്മാനം പ്രത്യനിന്ദിതേ ഭഗവാൻസ്റ്റക്ഷരോ ഗർഭമധൂരാൽ സംപ്രപസ്യതേ. നീ ഇങ്ങനെ ദുഃഖിക്കേണ്ട, ഭഗവാൻ നമുക്ക് പുത്രനായിട്ട് വരും. ധൃതവ്രത അസി, നീ നല്ലതുപോലെ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചവളാണ്. തേ ഭദ്രം, നിനക്കെല്ലാം ഭദ്രമായി തീരട്ടെ എന്ന് ആരനുഗ്രഹിച്ചു? ഭഗവാനല്ല, ഭർത്താവ് അനുഗ്രഹിക്കുകയാണ്. തേ ഭദ്രം, നിനക്കെല്ലാം ഭദ്രമായി തീരട്ടെ. തപോ ദ്രിവിണദാനേശ്ച ശ്രദ്ധയാച ഈശ്വരം ഭജ, നീ നല്ലതുപോലെ ശ്രദ്ധയോടെ ആരെ ഭജിക്കണം? ഭഗവാനെ ഭജിക്കണം. അങ്ങനെയാണെങ്കിൽ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എന്ത് ചെയ്യും? ക്ഷേത്താ തേ ഹൃദയഗ്രന്ഥിം ഔദര്യോ ബ്രഹ്മഭാവന, നിന്റെ ഹൃദയഗ്രന്ഥിയെ ആര് മുറിച്ചു തരും? ഭഗവാൻ മുറിച്ചു തരും എന്നൊക്കെ പറഞ്ഞു.
അങ്ങനെയാണ് മൈത്രേയ മഹർഷി പറഞ്ഞു, ദേവഹുത്യപി സന്ദേശം ഗൗരവേണ പ്രജാപതേഹേ. പ്രജാപതിയായ കർദമൻ്റെ ആ സന്ദേശത്തെ ദേവഹൂതി നല്ലതുപോലെ മനസ്സിലാക്കി. അങ്ങനെ സമ്യക് ശ്രദ്ധായ പുരുഷം ഭഗവാനെ നല്ലതുപോലെ അങ്ങനെ ആരാധിച്ചു. രണ്ടുപേരും ആരാധിച്ചു. അങ്ങനെയാണ് തസ്യാം ബഹുതിഥേ കാലേ ഭഗവാൻ മധുസൂദന. ഭഗവാന് മധുസൂദനൻ എന്നൊരു പേരുണ്ട്. മധുവിനെ നിഗ്രഹിച്ചുകൊണ്ടാണ് ഭഗവാൻ എന്ത് പേരുണ്ടായത്? മധുസൂദനൻ. ആ കഥ ദേവീഭാഗവതം മുതലായ പല പുരാണങ്ങളിലും വിസ്തരിച്ച് പറയുന്നുണ്ട്. മധു, കൈടഭൻ എന്ന പേരായ 2 അസുരന്മാരുണ്ടായിരുന്നു. അവരെ നിഗ്രഹിച്ചതുകൊണ്ടാണ് ഭഗവാന് മധുസൂദനൻ എന്ന് പേരുണ്ടായത്. അങ്ങനെ ആ മധുസൂദനനായിരിക്കുന്ന ഭഗവാൻ എന്ത് ചെയ്തു? കാർദമം വീര്യമാപന്നോ യജ്ഞേ നിരവദാരുണി. കർദമ പ്രജാപതിയുടെ വീര്യത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ച് ദാരുണി അഗ്നിഹി ഇവ യജ്ഞേ ഭഗവാൻ അവതരിച്ചു എന്നർത്ഥം. കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും പുത്രനായിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. ആ ഭഗവാന്റെ പേര് കപിലൻ എന്നാണ്. എങ്ങനെ അവതരിച്ചു എന്നാണ് പറയണത്? കാർദമം വീര്യമാപന്നോ യജ്ഞേ അഗ്നിഹി ഇവ ദാരുണി. ദാരു പറഞ്ഞാൽ മരം എന്നർത്ഥം. ദാരുണി അഗ്നിഹി ഇവ. ഈ പണ്ട് യാഗമൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ തീയുണ്ടാക്കാൻ വേണ്ടി 2 മരത്തിൻ്റെ കഷ്ണങ്ങൾ വയ്ക്കും. അരണി എന്നാണ് പറയുന്നത്. ആ അരണി ഇങ്ങനെ കടഞ്ഞാൽ അതിൽ നിന്നുണ്ടാവും അഗ്നി ഉണ്ടാവും. അപ്പോൾ അരണി കടഞ്ഞ് അതിൽ നിന്ന് അഗ്നി ഉണ്ടാകുന്നത് പോലെയാണ് കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും പുത്രനായിട്ട് ഭഗവാൻ അവതരിച്ചത്. ഗംഭീരമായിട്ടില്ല ആ ശ്ലോകം തന്നെയല്ലേ? അതിനെപ്പറ്റി എത്ര കാലം ഇരുന്ന് ചിന്തിക്കണം എന്നാണ്. അരണി കടഞ്ഞിട്ട് അഗ്നി ഉണ്ടാകുന്നത് പോലെയാണ് കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും പുത്രനായിട്ട് ഭഗവാൻ കപിലൻ എന്നുള്ള പേരിൽ അവതരിച്ചത് അല്ലേ? അപ്പം അഗ്നി ഉണ്ടായാൽ അഗ്നിക്ക് നല്ല തേജസ്സാണ്. അപ്പോൾ ഈ കർദമൻ്റെ പുത്രനായിട്ട് അവതരിച്ച ഭഗവാനും അഗ്നിയെ പോലെ ജ്വലിക്കുന്ന തേജസ്സുണ്ടായിരുന്നു എന്ന് ഒരർത്ഥം കിട്ടി. ഇങ്ങനെ ആയിരക്കണക്കിന് അർത്ഥങ്ങൾ കിട്ടും. ആ ശ്ലോകത്തെ നമ്മൾ ഇരുന്നങ്ങോട്ട് പഠിച്ചാൽ ഒരു 12 മണിക്കൂർ വേണം. എന്തിന് ആ ശ്ലോകം പഠിക്കാൻ? 6ാമത്തെ ശ്ലോകം നമുക്കൊന്ന് പഠിക്കണം എന്ന് വിചാരിക്കാം. അതിൻ്റെ അർത്ഥമൊക്കെ വേണ്ടതുപോലെ ഗ്രഹിക്കണമെങ്കിൽ എത്ര ബുദ്ധിയുണ്ടെങ്കിലും ശരി, ഒരു ചുരുങ്ങിയതൊരു 12 മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിലേ അർത്ഥം പഠിക്കാൻ പറ്റുള്ളൂ. കുറേശ്ശെ അത്ര ഗംഭീരമായ ഒരു ശ്ലോകത്തിലാണ് വേദവ്യാസ മഹർഷി കപിലമൂർത്തിയായിട്ട് അവതരിച്ച ഭഗവാനെ പറ്റി, ആ ഭഗവാന്റെ അവതാരത്തെ പറ്റി പറയണത്. പിന്നെ സ്വതവേ അവതാരങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായത് പിന്നീട് വരുന്ന ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അവാദയൻ എന്ന് പറഞ്ഞാൽ എന്താ? അവാദയൻ പറഞ്ഞാൽ ഈ വാദ്യങ്ങളൊക്കെ വായിക്കുന്നതിനാണ് എന്താ പറയുക? അവാദയൻ എന്ന് പറയും. വാദിത്രാണി ഘനാഘനാഹ, പലതരത്തിലുള്ള വാദ്യങ്ങളൊക്കെ അന്ന് മുഴങ്ങി. ഗായന്തി, പാട്ടുപാടി. ഗന്ധർവന്മാരൊക്കെ പാട്ടുപാടി. അപ്സര സ്ത്രീകൾ നൃത്തം വെച്ചു. സുമനസഹ പേതുഹു, പേതു പറഞ്ഞാൽ അങ്ങനെ വീണു എന്നർത്ഥം. ആകാശത്തിൽ നിന്ന് ദിവ്യങ്ങളായിരിക്കുന്ന പുഷ്പങ്ങളൊക്കെ വീണു. പുഷ്പവൃഷ്ടി എന്നൊക്കെ കേട്ടിട്ടില്ല. ഭഗവാന്റെ അവതാര സമയത്ത് സാധാരണ പൂക്കളായിരുന്നില്ല, ദിവ്യങ്ങളായ കുസുമങ്ങളൊക്കെ അങ്ങനെ വീണു. പിന്നെ പ്രസേതുഷ്ട ദിശ സർവാ, എല്ലാ ദിക്കുകളും പ്രസന്നങ്ങളായി. അംഭാംസി ച, അംഭാംസി പറഞ്ഞാൽ എല്ലാ ജലാശയങ്ങളും പ്രസന്നമായി. സജ്ജനങ്ങളുടെ മനസ്സുകളൊക്കെ പ്രസന്നമായി. തൽ കർദമാശ്രമപദം സരസ്വത്യാ പരിശ്രിതം. ഈ കർദമ മഹർഷിയുടെ ആശ്രമം അവിടെ മുഴുവനും ഒരു മഹോത്സവമായിട്ട് മാറി. ആ ആശ്രമത്തിൻ്റെ സമീപത്ത് സരസ്വതി എന്ന് പറയുന്ന ഒരു നദി ഒഴുകുന്നുണ്ട്. അപ്പോൾ ആ സരസ്വതി നദിയാൽ ചുറ്റപ്പെട്ട ആ കർദമൻ്റെ ആശ്രമപദം മുഴുവനും എന്തൊരു പരമാനന്ദം. സ്വയംഭൂ സാഗമൃഷിഭി മരീച്യാദിഭിരഭ്യയ. സാക്ഷാൽ ബ്രഹ്മദേവൻ മരീചി മുതലായിരിക്കുന്ന അനേകം മഹർഷിമാരെയൊക്കെ കൂട്ടി അവിടെ വന്ന് ഭഗവാനെ എന്ത് ചെയ്തു? ഭഗവന്തം പരംബ്രഹ്മ സത്വേനാംശേന ശത്രുഹൻ തത്വസംഖ്യാന വിജ്ഞപ്തി ജാതം. ഭഗവാൻ ഭൂമിയിൽ വന്ന് അവതരിച്ചതാണെന്ന് ആർക്ക് മനസ്സിലായി? ബ്രഹ്മാദി ആൾക്കാർക്കൊക്കെ മനസ്സിലായി. ആ ബ്രഹ്മാദി മഹർഷിമാരെല്ലാവരും വന്ന്, ബ്രഹ്മാദി ദേവന്മാരൊക്കെ വന്ന്, മഹർഷിമാരൊക്കെ വന്ന് അവിടെ വെച്ച് ഗംഭീരമായിട്ട് സ്തുതിക്കുകയാണ്.
അപ്പോൾ ബ്രഹ്മാവ് ഭഗവാനോട് പറഞ്ഞ കാര്യങ്ങളാണ് പിന്നീട് അവിടെ ബ്രഹ്മോവാച എന്ന് പറഞ്ഞ് കുറേ ശ്ലോകങ്ങളുണ്ടല്ലേ. അവയെല്ലാ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഏത് കാലത്താ ഭാഗവതം തീരാന്നറിയില്ല അല്ലേ. നിരവധിയുണ്ട്, ഓരോ ശ്ലോകവും ഗംഭീരമാണെന്നേ ചുരുക്കി പറയാൻ പറ്റും. അപ്പോൾ ഏതായാലും ചുരുക്കി പറഞ്ഞാൽ ഭഗവാൻ അവിടെ അവതരിച്ചു, ബ്രഹ്മാവ് ഭഗവാനെ മനോഹരമായിട്ട് സ്തുതിച്ചു. എന്നിട്ടാണ് പിന്നെ ബ്രഹ്മാവ് അവിടുന്ന് അപ്രത്യക്ഷനാകുന്നു. അപ്പോൾ ഏതായാലും ഇപ്പോൾ ചുരുക്കി പറഞ്ഞപ്പോൾ എന്താ കഥ? ദേവഹൂതിയും കർദമ പ്രജാപതിയും കൂടി നല്ലതുപോലെ ജീവിച്ചു. അവർക്ക് 10 കുട്ടികളുണ്ടായി. 9 പെൺകുട്ടികളായിരുന്നു. ആ 9 പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞു. 10ാമതായിട്ടാണ് ഭഗവാൻ കർദമൻ്റെ പുത്രനായിട്ട് കപിലൻ എന്നുള്ള പേരിൽ അവതരിച്ചത്. പിന്നീട് ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ആ വലിയ വീട്ടിൽ ആര് മാത്രമായി? അമ്മയും മകനും മാത്രമായി. അങ്ങനെ അമ്മയും മകനും മാത്രമായ സമയത്താണ് ദേവഹൂതി തൻ്റെ ജീവിതത്തെപ്പറ്റി ഇരുന്നിങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ ദേവഹൂതിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാ തരത്തിലുള്ള ജീവിത രസങ്ങളും ഞാൻ വേണ്ടതുപോലെ അറിയാൻ കഴിഞ്ഞു. പക്ഷേ അതൊന്നും അല്ല ശരിയായ ജീവിതം എന്നാർക്ക് തോന്നി? ദേവഹൂതിക്ക് തോന്നി. തൻ്റെ പുത്രനായ ഭഗവാന്റെ അടുത്ത് എത്രയോ പേര് ദിവസേന വന്ന് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി പോകുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് തോന്നി, അങ്ങനെയാണെങ്കിൽ എനിക്കും എൻ്റെ പുത്രനോട് ചോദിച്ചുകൂടെ? അങ്ങനെയാണ് ഒരിക്കൽ ആ ദേവഹൂതിയാകുന്ന അമ്മ തൻ്റെ പുത്രനായ ഭഗവാനെ സമീപിച്ച് ഭഗവാനെ നമസ്കരിച്ച് ശരണാഗതി അടയാണ്. അപ്പോൾ ഈ ശിഷ്യന് വല്ലതും പറഞ്ഞു കൊടുക്കുമ്പം ആദ്യം ഉണ്ടാകുന്നത് ഈ ശരണാഗതിയാണ്. ഗുരുവിനെ പോയിട്ട് പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുക. അമ്മ ആര്യ ഗുരുവായിട്ട് സ്വീകരിച്ചത്? പുത്രനെ തന്നെയാണ്. പുത്രൻ ഭഗവാനായതുകൊണ്ടാണ്. അങ്ങനെ അവിടെ വെച്ച് പറഞ്ഞു, എനിക്ക് വേണ്ടതുപോലെ വൈരാഗ്യമൊക്കെ ഉണ്ടായി എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് എനിക്ക് ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോവേണ്ടത്? ആ വഴികളൊക്കെ എനിക്ക് പറഞ്ഞു തരണം എന്ന് ആ അമ്മ ആവശ്യപ്പെട്ടപ്പോഴാണ് അവിടെ വെച്ചിട്ട് ഭഗവാൻ വളരെ വിസ്തരിച്ച് ആ അമ്മയ്ക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകാനുള്ള എല്ലാ മാർഗങ്ങളും ഉപദേശിച്ചു കൊടുക്കുന്നു. അതാണ് ഭാഗവതത്തിലെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന കപിലോപദേശം. 9 അധ്യായങ്ങളിലായിട്ടാണ് ഈ കപിലോപദേശം ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കേൾക്കാം. ഇപ്പോൾ സപ്താഹമായതുകൊണ്ട് രാവിലെ നമുക്ക് ഈ പ്രഭാത ഭക്ഷണത്തിനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഇത് വന്നിട്ട് നമുക്ക് ആ കപിലോപദേശം വിസ്തരിച്ച് കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.